ഒരു കാര്യം മനസ്സിലാക്കണം. ഹോർമുസ് കടലിടുക്ക് എന്ന് പറഞ്ഞാൽ ലോകവിപണിയിലേക്ക് പ്രതിദിനം 2.1 കോടി ബാരൽ ക്രൂഡ് ഓയിൽ എത്തുന്ന ഒരു പാത കൂടിയാണ്. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ യമനിലെ ഹൂതി സഖ്യകക്ഷികളെ ഉപയോഗിച്ച് ചെങ്കടലിലേക്കുള്ള കവാടം അടച്ചിടാൻ കൂടി നീക്കം നടത്തുന്നു എന്നുള്ള സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് പ്രതിദിനം 40 മുതൽ 60 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ നീക്കമുള്ള പാതയാണ് ഈ ബാബ് അൽ മന്ദബ് എന്ന് പറയുന്നത്. യമനെയും ജിബൂട്ടിയെയും വേർതിരിക്കുന്ന 18 മൈൽ വീതിയുള്ള പാതയാണ് ഇവിടെ. ഈ ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ പുതിയ സമ്മർദ്ദ നീക്കമാണ് ഇറാനും ഹൂതികളും നടത്തുന്നത്. ഹൂതികൾ ഇറാന്റെ സഖ്യകക്ഷികളാണ്. ഇറാൻ പറഞ്ഞാൽ അവർ അനുസരിക്കും. ചെങ്കടലിലെ എണ്ണക്കടത്തിൻ്റെ പ്രധാന പാതയായ ബാബ് അൽ മന്ദബ് അത് നേരിട്ടുള്ള നിയന്ത്രണം ഇറാനില്ല. അതുകൊണ്ട് തന്നെ ഹൂതികളെ ഉപയോഗിച്ച് അത് തടയാനാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എണ്ണവാതക വിതരണത്തിൽ ഈ പാതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചെങ്കടലിലെയും ഏതൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ പാതയാണ്. ഇവിടെ വേണമെങ്കിൽ ഹൂതികൾക്ക് നിയന്ത്രണം ഏറ്റെടുക്കാം. സൗദി യമനിൽ ആക്രമണം തുടരുകയാണെങ്കിൽ ഈ പാത അടക്കുമെന്നാണ് ഇപ്പോൾ ഹൂതികളുടെ മുന്നറിയിപ്പ് എന്നാണ് ഇപ്പോൾ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പാത കൂടി തടഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിപ്പോവുക എന്ന വഴി മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ അതൊക്കെ വലിയ ചിലവാണ് ഈ കപ്പൽ കമ്പനികൾക്ക് എന്നുള്ളതാണ്. അത് 10-15 ദിവസം കൂടി ചരക്ക് നീക്കത്തിൽ അധികം എടുക്കാൻ ഇതിന് ഇടയാവുകയും ചെയ്യും. ഇതിപ്പോൾ നമുക്കറിയാം, ചെങ്കടൽ വളരെ പ്രധാനപ്പെട്ട പാതയാണ് അജയ്. അവിടെ അപ്പുറത്ത് ഹോർമുസുമായി ബന്ധപ്പെട്ട ഹോർമുസിന് സമീപമുള്ള കേന്ദ്രങ്ങൾ, ഇറാന് താല്പര്യമുള്ള കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഹോർമുസിലെ ഇറാന് നിയന്ത്രണം ഇല്ലാതാക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴാണ് സമാന്തരമായ മറ്റൊരു നീക്കം ഹൂതികളെ ഉപയോഗിച്ച് ഇറാൻ നടത്തുന്നത്. അത് വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കും. ഇന്നിപ്പോൾ നേരത്തെ അജയ് പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ഈ ബന്ദർ അബ്ബാസ് കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് ലോകരാജ്യങ്ങൾ മാറും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഫെബ്രുവരി 28-ാം തീയതിയാണ് അമേരിക്കയും അതുപോലെ ഇറാനും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുന്നത്. അതിനുശേഷം അപ്പോൾ മുതൽ തന്നെ ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം പ്രതിസന്ധിയിലായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ ഒന്ന് മറികടക്കാൻ വേണ്ടി പല ഗൾഫ് രാജ്യങ്ങളും സ്വീകരിച്ച വഴിയായിരുന്നു ഈ ബാബൽ മാൻഡേബ് എന്ന് പറയുന്ന കടലെടുക്ക്. അതായത് ചെങ്കടൽ വഴി ചെങ്കടലിനെ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ഈ കടലെടുക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അപ്പോൾ ഇതുവഴി ചരക്ക് നീക്കം നടത്തുകയാണെങ്കിൽ ഹോർമുസ് വഴി ഉണ്ടാക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയുമായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ ബാബൽ മാൻഡേബിനെ ഔദ്യോഗികമായി തന്നെ തങ്ങളുടെ ഒരു ചരക്ക് നീക്കത്തിൻ്റെ ഹബ്ബായി ആശ്രയിക്കാൻ തുടങ്ങി. സൗദി അവരുടെ പ്രത്യേക പൈപ്പ് ലൈൻ വഴി ഈ ഇപ്പോൾ ഓയിലാണെങ്കിലും ഗ്യാസ് ആണെങ്കിലും ബാബൽ മാൻഡേബിലേക്ക് എത്തിച്ച് അതുവഴി കപ്പൽ മാർഗം അത് യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇതുവഴി ഇന്ത്യ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് അധികം പ്രയോജനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ നാടുകളിലേക്കും ഈ ചരക്കുമതി വലിയ തോതിൽ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിച്ചു. ലോകത്തിൻ്റെ ആകെ എണ്ണ വ്യാപാരത്തിൻ്റെ 7% നടക്കുന്നത് ബാബൽ മാൻഡേബ് വഴിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗൾഫ് നാടുകൾ ഹോർമുസിനെ ആശ്രയിക്കാതെ ബാബൽ മാൻഡേബിനെ ആശ്രയിക്കാൻ തുടങ്ങിയത് കാരണം കൂടിക്കൊണ്ടാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിർത്താൻ സാധിച്ചത്. ഇറാൻ ഇടയ്ക്ക് വെച്ച് ആദ്യഘട്ടത്തിൽ ആക്രമണം തുടങ്ങിയ സമയത്ത് തന്നെ ഇറാൻ പ്രഖ്യാപിച്ച ഒരു കാര്യമായിരുന്നു ക്രൂഡ് ഓയിലിൻ്റെ വില $200 പെർ ബാരലിൽ എത്തിക്കുമെന്നുള്ളത്. പക്ഷേ ഗൾഫ് നാടുകളാണെങ്കിലും യൂറോപ്യൻ നാടുകളാണെങ്കിലും ബാബൽ മാൻഡേബിനെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഈ പദ്ധതി അത് നടക്കാതെയായി. പക്ഷേ ഈ പ്രത്യേകിച്ച് ആ ഒരു ഘട്ടത്തിലാണ് യമനിലെ ഹൂതി വിഭാഗക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇത്തരം ഒരു നീക്കം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. ഈ യമനും സൗദി അറേബ്യയും തമ്മിൽ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ അത് വീണ്ടും അണപൊട്ടി പുതിയൊരു പ്രശ്നത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഹൂതി വിമതർ സൗദി അറേബ്യയിലേക്ക് ആക്രമണം നടത്തുന്നു, സൗദി തിരിച്ച് യമനിലേക്ക് ആക്രമണം നടത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളായിട്ടുള്ള ഈ ഒരു ശത്രുത അത് വീണ്ടും ഒന്ന് പൊലിപ്പിച്ചെടുത്തുകൊണ്ട് ഈ ഹൂതി വിമതരെ കൂടി കരുവാക്കി ബാബൽ മാൻഡേബിലേക്ക് തങ്ങളുടെ നിയന്ത്രണം കൊണ്ടുവരികയാണ് ഇറാന്റെ ഇപ്പോഴുള്ള ലക്ഷ്യമെന്ന് നമുക്ക് കാണാനാകും. തീർച്ചയായും. നമുക്ക് എന്താണ് ഈ ചെങ്കടലിന്റെ പ്രാധാന്യം എന്നതുകൂടി നമ്മുടെ ഓഫ്ലൈൻ ഗ്രാഫിക്സിന്റെ സഹായത്തോടുകൂടി നോക്കണം. ഹോർമുസ് കടലിടുക്കിന് പുറമെ ബാബ് അൽ മന്ദേബ് കടലിടുക്കും തങ്ങൾ സ്തംഭിപ്പിക്കുമെന്ന നിലപാടിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത്. അത് നേരത്തെ പറഞ്ഞ പോലെ
ഹൂതികളുടെ സഹായത്തോടെയാണ്. സുയസ് കനാൽ വഴി മെഡിറ്ററേനിയനിൽ നിന്നുള്ള ചെങ്കടലിലേക്ക് കടക്കുന്ന കപ്പലുകളും ഗൾഫ് ആഫ്രിക്കൻ തീരമേഖലകളിൽ നിന്നുള്ള കപ്പലുകളും ചെങ്കടൽ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കുന്ന കടലിടുക്കാണിത്. പ്രധാനപ്പെട്ട പാതയാണ്, തന്ത്രപ്രധാനമാണ്. നേരത്തെ പറഞ്ഞ പോലെ 50-60 ലക്ഷം ബാരൽ എണ്ണ ഒരു ദിവസം കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ബാബ് അൽ മൻദേബ് എന്ന് പറയുന്നത്. ലോകത്തെ ഊർജ്ജ വിതരണത്തിൻ്റെ ഏകദേശം 7% ചെങ്കടൽ വഴിയാണ് നടക്കുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. സൗദി അറേബ്യ പ്രത്യേകിച്ചും തങ്ങളുടെ ഊർജ്ജ കയറ്റുമതിയുടെ 70% ചെങ്കടലിലെ യാൻബൂ തുറമുഖം വഴിയാണ് നിലവിൽ തിരിച്ചുവിട്ടിരിക്കുന്നത്. അതിനാൽ ഹൂതികളുടെ നീക്കം ആഗോള ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാക്കാൻ കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഇറാൻ ഇവിടെ നേരിട്ട് നിയന്ത്രണമില്ല. പക്ഷേ ഇറാനേക്കാൾ ഇവിടെ സ്വാധീനം ഹൂതികൾക്കാണ്. ഇറാൻ പറഞ്ഞാൽ എന്തും കേൾക്കുന്ന ഇറാൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് യമനിലെ ഹൂതികൾ. ഹൂതികൾ ഇപ്പോൾ തന്നെ സൗദിയുമായി ബന്ധപ്പെട്ട് വലിയ യുദ്ധത്തിലാണ്. ഇറാൻ്റെ നിയന്ത്രണം ഇല്ലെങ്കിൽ പോലും സ്വന്തം തീരത്ത് നേരെ ദൂരെയാണ്. പക്ഷേ പരോക്ഷമായും അസാധാരണ വഴികളിലൂടെയും അവിടെ ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇറാന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതിൽ ബാബൽ മൻദേബിന് തൊട്ടടുത്തുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. ഇതിനോടകം തന്നെ അവർ കപ്പലുകളെ ആക്രമിക്കാനായി കപ്പൽവേധ മിസൈലുകൾ, ഡ്രോണുകൾ, കടൽ മൈനുകൾ തുടങ്ങിയ ഉപയോഗിച്ചു തുടങ്ങി കഴിഞ്ഞു. അതിൻ്റെ തിക്തഫലങ്ങൾ പല കപ്പൽ കമ്പനികളും രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. അവിടെ കടലിടുക്കിൽ കനത്ത സമ്മർദ്ദം സൃഷ്ടിച്ചുകൊണ്ട് ഇറാന് പിന്തുണയുമായി ഏത് നിമിഷവും രംഗത്തിറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയെയും മറ്റ് ഇസ്രായേലിനെ പോലുള്ള രാജ്യങ്ങളെയും ആ തരത്തിൽ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ 1-2 ആക്രമണം ഉണ്ടായാൽ പോലും കപ്പൽ ഗതാഗതം കാര്യമായി ബാധിക്കും. എണ്ണ ടാങ്കറുകളെയോ ചരക്ക് കപ്പലുകളെയോ ആക്രമിക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇൻഷുറൻസ് ചെലവ് കുതിച്ചുയരും. കപ്പൽ കമ്പനികൾ ഈ പാത ഒഴിവാക്കും. അങ്ങനെ യാത്ര ചെയ്യാൻ കഴിയാത്തത്ര വിധം അപകടകരമായ വിധത്തിൽ ഈ പ്രദേശത്തെ നിയന്ത്രിക്കാനുള്ള, അതായത് ചില ഭാഗത്തൊക്കെ വീതി വളരെ കുറവാണ്. ഈ കടലിടുക്കിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ഏതാണ്ട് 29 കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത്. ഇത് മൈനുകളും മറ്റും സ്ഥാപിക്കുന്നതിന് എളുപ്പമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ കപ്പൽ വേധ മിസൈലുകളൊക്കെ ഉപയോഗിച്ചും ഇത്തരം കപ്പലുകളെ ആക്രമിച്ചുകൊണ്ട് സ്ഥിരമായൊരു ഭീഷണി ഉണ്ടാക്കുക, കപ്പലുകൾക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്താൽ ഈ പ്രദേശത്തെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾക്കും കാരണമാവുകയും ചെയ്യും. അതുമാത്രമല്ല, ആഗോള എണ്ണ വിതരണം അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തോതിലുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ചെങ്കടലിൻ്റെ പ്രാധാന്യം. മറ്റു വാർത്ത, ഈ US നേരത്തെ പറഞ്ഞ പോലെ ഹോർമുസിൽ US പറഞ്ഞത് തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറഞ്ഞിട്ടും ഹോർമുസിൽ പ്രതിസന്ധി ഇപ്പോഴും അതുപോലെ തുടരുകയാണ്. കാരണം അമേരിക്കയുടെ വാക്കുകളെ വിശ്വസിക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറാകുന്നില്ല. ഏത് നിമിഷവും ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുമെന്ന അവസ്ഥയാണ് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനികൾ തങ്ങൾക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞ് ഹോർമുസിലൂടെയുള്ള യാത്രയിൽ നിന്ന് പിന്മാറുകയാണ്. ട്രംപ് പറയുന്ന സംരക്ഷണ വലയം, അതിനെ വിശ്വസിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. വൻ പ്രതിസന്ധിയാണ്. ഗൾഫ് മേഖലയിൽ നിന്ന് കപ്പലുകൾ പിൻവലിച്ചു വലിയ കപ്പൽ കമ്പനികൾ, വലിയ ഭീമന്മാർ എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത്. എണ്ണപ്പാതയായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ സംരക്ഷണ വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കായി മാറുന്നു എന്നുള്ളതാണ് 2-3 ദിവസത്തെ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ പടക്കപ്പലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ സംരക്ഷണ വലയം ഉണ്ട് എന്ന് പറയുമ്പോഴും തുടർച്ചയായി ഇറാനും ഹൂതികളും ഈ മേഖലകളിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്ന പശ്ചാത്തലം കൂടിയാണ് ഇത്. അതുകൊണ്ട് അന്താരാഷ്ട്ര ഷിപ്പിംഗ് ഭീമന്മാർ ഇത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്നും ആ വഴി പൂർണ്ണമായും ഒഴിവാക്കുകയാണ് എന്നും ജീവനക്കാരുടെ സുരക്ഷയാണ് തങ്ങൾക്ക് പ്രധാനമെന്നും പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം നിർണായകമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഹോർമുസ് പൂർണ്ണമായും അമേരിക്കയുടെ ഒരു തരത്തിലുള്ള നിയന്ത്രണവും അവിടെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 3ഓളം കപ്പലുകളെ ഈ പ്രതിസന്ധിക്ക് ശേഷം ഇറാൻ ആക്രമിച്ച പശ്ചാത്തലം നിർണായകമാണ് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. മറ്റു വാർത്തയിലേക്ക്, ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ പുതിയൊരു ബദൽ പാതയുമായി UAE രംഗത്ത് വരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അന്താരാഷ്ട്ര എണ്ണക്കടത്തിന് പുതിയ ബദൽ പാതയൊരുക്കാൻ ഫുജേറയിൽ വൻ പദ്ധതി ഒരുങ്ങുകയാണ്. UAEയുടെ നീക്കം ഏറ്റവും ഗുണം ചെയ്യുക ഇന്ത്യക്കായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അനുകൂലമായത്, ആശ്വാസകരമായ ഒന്ന്. തുറമുഖവും കണ്ടെയ്നർ ടെർമിനലും വികസിപ്പിക്കാനുള്ള അന്തിമ ചർച്ചകളിലാണ് ഇപ്പോൾ ദുബായ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.